ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മൾ ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്നതാണ്. അത് നമ്മുടെ ഞാവൽപ്പഴത്തിൻ്റെ ഷേക്ക് ഉണ്ടാക്കിയപ്പോൾ രാകേഷ് ഏട്ടന് രാത്രി അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തരാൻ പറഞ്ഞു. ഫ്രീസറിൽ വെച്ച് കൊടുത്തപ്പോൾ രാകേഷ് ഏട്ടൻ പറഞ്ഞു നല്ല ടേസ്റ്റ്, ഐസ്ക്രീം പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്ന എടുത്ത് ഐസ്ക്രീം ഉണ്ടാക്കി കൊടുത്താലാന്ന്. അങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷേക്കിന് ചെയ്ത പോലെ കുരു കളഞ്ഞെടുത്തു ഞാവൽപ്പഴം. അതിലേക്ക് നമ്മൾ നല്ലപോലെ കുരൊക്കെ കളഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഈ പാല് പഞ്ചസാര ചേർക്കണം കേട്ടോ. ആദ്യം ഞാൻ പഞ്ചസാര ഇട്ടു ഒരു 1.5 കപ്പ്. നമ്മുടെ ചെറിയ ബൗള്, ഞാനിത് വലിയ ബൗളിലേക്ക് ഇട്ടു എന്നുള്ളൂ കാണാൻ വേണ്ടി, 2 ബൗൾ വയ്ക്കുന്നതിന് പകരം 1.5 കപ്പ്. അതുകൂടാണ്ട് പാല് ഇത് 1.5 കപ്പ് ഉണ്ട്. അതുകൂടാണ്ട് ഞാൻ ലാസ്റ്റ് ഒന്നും കൂടി കുറച്ചും കൂടി ഒഴിച്ചു വിട്ട, കാരണം ക്വാണ്ടിറ്റി കുറവായിരുന്നു. അപ്പോൾ ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് അത് മിക്സിയിൽ വെച്ച് അടിച്ചെടുത്ത് ഒഴിച്ചപ്പോൾ നല്ല പർപ്പിൾ കളറായിട്ട് തന്നെ കിട്ടിയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി പാലെടുത്തിട്ട് ഒന്നും കൂടി ഒഴിച്ച് കൊടുക്കുക ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ചപ്പോഴേ നല്ല കട്ടിയായി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ട്. ഒരു അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. നേവർ ഈ ഫ്ലേവറിൽ കഴിച്ചില്ലല്ലോ. പാല് ഞാൻ ആഡ് ചെയ്തു അല്ലേ, അത് കാരണം കളറൊന്നും കൂടി കുറഞ്ഞത് കേട്ടോ. അപ്പോൾ പാല് ആഡ് ചെയ്തപ്പോൾ ക്വാണ്ടിറ്റി നന്നായി കൂടി, കാരണം ഞങ്ങൾ 4 ആളുണ്ട്. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് ഭയങ്കര ഭ്രാന്തമല്ല. അപ്പോൾ ഇത് ആദ്യത്തെ ദിവസം ഒരു 6 മണിക്കൂർ വെച്ച് അടിച്ചെടുത്ത്, അത് കഴിഞ്ഞ് പിന്നെ രാത്രി ഒന്നും കൂടി അടിച്ചു വെച്ച് ഇന്നതേ കാലത്ത് സർവ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെയായി. ഒരു 3 വട്ടം നമ്മൾ 6 മണിക്കൂർ വെച്ച് അടിച്ചെടുത്ത്, പിന്നെയും 6 മണിക്കൂർ വെച്ച് അടിച്ചെടുത്ത്, പിന്നെയും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അസാധ്യ ടേസ്റ്റ് ആയിരുന്നു, കണ്ടില്ലേ. എന്താ പറയുക, ഞങ്ങൾക്ക് 4 ആൾക്കും, ഞാനും രാകേഷാണ് ഓരോ വട്ടം കഴിച്ചു, പിള്ളേർക്ക് 2 വട്ടം കഴിക്കാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പ്രതീക്ഷിക്കാത്തൊരു ഗസ്റ്റ് വന്നു. ആൾക്ക് കൊടുത്തപ്പോൾ, ഗുജറാത്തിയാണ്, ആൾക്ക് കൊടുത്തപ്പോഴും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആൾ എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ചോദിച്ചറിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുവരെയ്ക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.